സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ മഹത്തായ ഐതിഹാസികമായ സമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഈ കടപ്പുറത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ വളരെ കൃത്യമായി നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടുന്ന ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾക്ക് നേർക്കുനേർ സാക്ഷികളായി സാക്ഷ്യം വഹിച്ചുകൊണ്ടായിരിക്കണം നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. നാം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശമാണ്. അതിൻ്റെ അർത്ഥവും ആശയവും കുഞ്ഞുനാൾ തൊട്ടേ പഠിച്ച് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ആ മഹത്തായ ആശയത്തിൻ്റെ പ്രഖ്യാപനം എല്ലാ ഘട്ടങ്ങളിലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ, അവർ നെഞ്ചകം ഓർത്തുകൊണ്ട് തന്നെ അവർ കൃത്യമായി പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ആദർശവും കൃത്യമായി അവർക്കറിയാം. അതാണ് ഷഹാദത്ത് കലിമകൾ എന്നറിയപ്പെടുന്നത്. ഇസ്ലാമിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നത് ഈ മഹത്തായ സത്യസാക്ഷ്യ വചനത്തെ നെഞ്ചേറ്റി അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്ന വേളയിൽ മാത്രമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗമായ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൗലവിയുടെ സംസാരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ ചുരുങ്ങിയ പ്രഖ്യാപനത്തിൽ തന്നെ വലിയ വലിയ ആശയങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒന്നാമതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്, മാത്രമല്ല അന്തിമ ദൂതനുമാണ്. രണ്ടാമതായി അവിടുന്ന് സർവ കാര്യങ്ങളും ഈ ലോകത്തിന് എത്തിച്ചു തന്നിട്ടുണ്ട്, അത് ഉറച്ചു വിശ്വസിക്കണം. മൂന്നാമതായി അവ മുഴുവനും സത്യമാണെന്ന് ഞാനിതാ അംഗീകരിക്കുന്നു. നാലാമതായി അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള എന്തെന്ത് കൽപ്പനകളുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ പിന്തുടരാൻ ഞാൻ തയ്യാറാണ്. അവിടുന്ന് എന്തൊന്ന് വിരോധിച്ചിട്ടുണ്ടോ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും ഞാൻ തയ്യാറാണ്. അഞ്ചാമതായി നമ്മൾ അതിലൂടെ പ്രഖ്യാപിക്കുന്നത് മഹാനായ എൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും ഞാൻ എൻ്റെ മനസ്സിൽ ഒരു രൂപത്തിലുള്ള നീരസവുമില്ലാതെ സമ്പൂർണ്ണ സംതൃപ്തിയോടുകൂടെ അംഗീകരിക്കാൻ സന്നദ്ധനാണ്. അതേപോലെ തന്നെ ആറാമതായി അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലും അടിമയും മാത്രമാണ്, അബ്ദുള്ളയാണ്, വറസൂലുഹു അവിടുത്തെ റസൂലുമാണ്. പ്രപഞ്ചത്തിൻ്റെ നിയന്താവല്ല, ആ പ്രപഞ്ച നിയന്താവായ അള്ളാഹുവിന് മാത്രമുള്ള ഏതെങ്കിലും ഒരു ഗുണവിശേഷണങ്ങൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചേർത്തി പറയാനും പാടില്ല. അവിടുന്ന് എല്ലാം കാണുന്ന നബിയാണെന്നോ, എല്ലാം കേൾക്കുന്ന നബിയാണെന്നോ, എല്ലാം അറിയുന്ന നബിയാണെന്നോ, ലോകത്തെ മുഴുവനും ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണെന്നോ അവിടുത്തെ കുറിച്ച് പറയാനേ പാടില്ല. ഈ വിധത്തിലുള്ള 5-6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് പോയാലേ ഈ ലോകത്ത് നിന്ന് മരിക്കുന്ന സമയത്ത് നമുക്ക് ശാശ്വതമായ സമാധാനത്തിൻ്റെ സ്വർഗലോകത്തിൻ്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് പുറപ്പെടാനാവുകയുള്ളൂ. അത് അല്ലാഹു അറിയിച്ചു കഴിഞ്ഞതാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ അതിനനുസരിച്ച് ജീവിതത്തെ അങ്ങ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ
അവർ മരിക്കുന്ന നേരത്ത് മലായിക്കത്തുകൾ സന്തോഷ വാർത്തയുമായി വരികയാണ്. സ്വർഗലോകത്തെക്കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ വാർത്തകളും പറഞ്ഞുകൊണ്ടാണ് മഹാന്മാരായ മലക്കുകൾ അവരുടെ സമീപത്തേക്ക് വരുന്നത്. ആ മരണത്തിൻ്റെ ശേഷം നമ്മെ അതാ ബന്ധുമിത്രാദികളും ബന്ധപ്പെട്ടവരുമൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കാരവും നിർവഹിച്ച് ഖബറിലങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ പ്രഖ്യാപിച്ച സത്യത്തിൻ്റെ സാക്ഷ്യവചനങ്ങളില്ലേ, അതിൻ്റെ പൂർത്തീകരണം എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് അവിടെയാണ് കണക്ക് പറയേണ്ടത്. ഓ സഹോദരന്മാരെ, ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും എപ്പോഴാണ് വിട പറയുക എന്നറിയില്ല. എപ്പോൾ വിട പറഞ്ഞാലും നമ്മൾ അധികം താമസിയാതെ നമ്മുടെ ഖബറിലെത്തുകയാണ്. ആ ഘട്ടത്തിൽ അവിടെ നടക്കുന്ന ഏറ്റവും മഹത്തായ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നക്കും തുഫ്തനൂന ഫീ ഖുബൂരിക്കും, നിങ്ങളുടെ ഖബറിൽ നിങ്ങൾ കടുത്ത പരീക്ഷണമാണ് നേരിടാൻ പോകുന്നത് ജനങ്ങളെ. ആ പരീക്ഷയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ പുറമെ മാഇൽ മുക, നിന്റെ അറിവെന്താണടോ, നിനക്കെന്തറിവാണുള്ളത്? ഫി ഹാദർ റജുലി, മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിന്റെ അറിവെന്താണെന്ന് ഈ ചോദ്യം പ്രിയമുള്ളവരെ എല്ലാവരും നേരിടേണ്ടി വരുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഘട്ടത്തിൽ വിശ്വാസികളായ മനുഷ്യന്മാര് പറയുകയാണ്, ഹുവ റസൂലുള്ളാഹി ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ആമന്നാ ഫആമന്നാ വഅജബ്നാ വത്തബഅനാ വസദ്ദഖനാ ഹുവ മുഹമ്മദുൻ. 3 തവണ ഖബറിൽ വെച്ച് വിശ്വാസികൾ ഇത് പറയുമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ വേളയിൽ വിശ്വാസികൾ പറയുന്ന മറുപടിയാണ്, ഹുവ റസൂലുള്ളാഹ്, അള്ളാഹിന്റെ റസൂലാണ്. അത് മുഹമ്മദ് എന്നാണ് അവരുടെ പേര്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങളിലേക്ക് നേർമാർഗം വ്യക്തമായി തന്നെ സന്മാർഗം വിശദീകരണവുമായി വന്ന നേതാവാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോ, ഇത് പറഞ്ഞ ഉടനെ ഇനി വിശ്വാസി പറയുന്ന വാചകങ്ങൾ 3-4 വാചകങ്ങൾ പറയുന്നുണ്ട്. അത് പറയാൻ ഞാനും നിങ്ങളും യോഗ്യരാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും നാം ഓരോരുത്തരും പരിശോധിക്കണം. ആ റസൂലിനെ കുറിച്ച് എനിക്ക് എന്താണ് അവിടെ പറയാനുള്ളത്? ആ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ച സത്യത്തെ ഞങ്ങൾ കേട്ടപ്പോൾ ഫആമന്നാ, ഞങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ്. വഅജബ്നാ, ആ വിളിക്ക് ഞങ്ങൾ സമ്പൂർണമായി ഉത്തരം നൽകിയവരാണ്. അതേപോലെ തന്നെ വത്തബഅനാ, ആ കൽപ്പനകളെ ഞങ്ങൾ മുഴുവനും പിൻപറ്റിക്കൊണ്ട് ജീവിച്ചവരാണ്. ഇനി 4-ാമത്തെ വാചകം നോക്കിക്കോ, വസദ്ദഖനാ, ഞങ്ങൾ അതിനെ സമ്പൂർണമായും സത്യപ്പെടുത്തിയവരുമാണ്. വളരെ കൃത്യമായി വീണ്ടും പറയുന്നു, ഹുവ മുഹമ്മദുൻ, അവിടുന്ന് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇങ്ങനെ 3 തവണ ആവർത്തിച്ചുകൊണ്ട് പറയുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഓ പ്രിയപ്പെട്ടവരെ, സ്ത്രീ പുരുഷന്മാര് നമ്മളൊന്ന് ചിന്തിക്ക. എൻ്റെ ഖബറിൽ മലായിക്കത്തുകൾ വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോ എനിക്കത് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവനും വിശ്വസിച്ചവനാണോ? അതിന് ഉത്തരം കൊടുത്തവനാണോ? അതിനെ പിൻപറ്റിയവനാണോ? അതിനെ മുഴുവനും അംഗീകരിച്ചവനാണോ? അതോ ഞാൻ എൻ്റെ യുക്തിയിലിട്ട് അളന്നുകൊണ്ടാണോ അവിടുത്തെ ബയ്യിനാത്തിനെയും ഹുദയെയും ഞാൻ തീരുമാനിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ഞങ്ങളൊന്ന് യോഗം കൂടട്ടെ, ഞങ്ങൾ അത് ആ ഹദീസിനെ കുറിച്ച് വന്ന് ശാസ്ത്രത്തിന്റെ വിധി എന്തെന്ന് പരിശോധിക്കട്ടെ, ആ ഹദീസിനെ കുറിച്ച് ഞങ്ങളൊരു ലബോറട്ടറിയിൽ പരിശോധന എന്ന് കഴിയട്ടെ. അതല്ലെങ്കിൽ എൻ്റെ യുക്തിക്ക് ഉൾക്കൊള്ളാനാകുമോ, ഈ കാലഘട്ടത്തിലേക്ക് യോജിക്കുമോ ഇല്ലേ എന്നൊക്കെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നുള്ള ഏതെങ്കിലും വേർതിരിവാണോ ജീവിതത്തിലുള്ളതെങ്കിൽ ആ വ്യക്തികൾക്ക് ഖബറിൽ വെച്ച് പറയുമ്പോ ഫആമന്നാ വഅജബ്നാ വത്തബഅനാ വസദ്ദഖനാ, ഇത് എങ്ങനെ മനസ്സിൽ തട്ടി പറയാൻ സാധിക്കും? അത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഗ്രഹിക്കണമെങ്കിൽ
ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാതൊരു വിധത്തിലുള്ള ഒരു നീരസവും തോന്നാത്ത നിലക്ക്, ഒരു വിഷമവും തോന്നാത്ത നിലക്ക് അവിടുത്തെ കൽപ്പനകളെ നമ്മൾ ശരിക്കും അംഗീകരിച്ചാലേ ഖുർആൻ വരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഖുർആനും ഹദീസുമാണ് പ്രമാണം. രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതാണ്. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുക എന്താണ്, ഖുർആൻ എവിടെ നിന്നോ വേറെ ഇറങ്ങി, ഹദീസ് വേറെ എവിടെ നിന്നോ ഇറങ്ങിയതാണ് എന്നൊരു മട്ടിലാണ് ആളുകളുടേതായ സംസാരങ്ങൾ പലപ്പോഴും. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോ, ഇത് രണ്ടും വഹിയാണ്. കാരണം രണ്ടും ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് സംസാരിച്ചിട്ടുണ്ടോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുത്തേക്ക് വഹി കിട്ടിയതല്ലാതെ പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതാണ്.